ഹ്യൂമാനിറ്റീസ് 46 കോമ്പിനേഷനിലുള്ള ഹയർ സെക്കൻഡറി വിഭാഗം, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ഡിപ്ലോമ കോഴ്സുകൾ, പോളിടെക്നിക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ ഹ്രസ്വവും ദീർഘവുമായ തുടർ പഠന സാധ്യതകൾ കുട്ടികളെ പരിചയപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. 46 കോമ്പിനേഷനുകളുള്ള ഹയർ സെക്കൻഡറി കോഴ്സുകളുടെ എത്തിച്ചേരുന്ന 25,000-ഓളം ഉന്നത പഠന കോഴ്സുകൾ ഇന്ന് രാജ്യത്ത് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ട്രീമുകളിലെയും ഓരോ കോമ്പിനേഷനുകളും കുട്ടികൾ അടുത്തറിയേണ്ടതായിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും മെയ് മാസം 14-ാം തീയതി SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് രാവിലെ 10 മണി മുതൽ 1 മണി വരെ ആഫ്റ്റർ 10th ഫോക്കസ് പോയിന്റ് എന്ന പേരിൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഡെവലപ്മെന്റ് അഡോൾസെന്റ് കൗൺസിലിംഗ് സെൽ ഒരുക്കിയിട്ടുണ്ട്. ആയതിനാൽ SSLC പരീക്ഷ പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ സമീപ പ്രദേശത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലായിരിക്കും സംഘടിപ്പിക്കുന്നത്. ഏതാണ്ട് പരീക്ഷാ ഫലവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ആയി. പിന്നെ കുറച്ച് നിങ്ങൾ വായിക്കണ്ടെന്ന് പറഞ്ഞ് ചെറിയൊരു ശതമാനം മാത്രമേ കുറവുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മൾ വാരിക്കോലി മാർക്ക് ഇട്ടതാണോ, മൂല്യനിർണ്ണയം ഉദാര മാർക്ക് ചെയ്തതാണോ, എന്തുകൊണ്ടാണ് 69ലേക്ക് ബോർഡിന്റെ അടുത്തെത്തി? അല്ല, വാരിക്കോരി ഇട്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം പരീക്ഷ നടത്തുന്നത് ഒരു വലിയ പ്രോസസ്സിലൂടെയാണ്. ചോദ്യപേപ്പർ തയ്യാറാക്കൽ, അതിനൊരു പ്രോസസ്സുണ്ട്. അധ്യാപകരുടെ കൂട്ടായ്മ, അതിൻ്റെ ചോദ്യപേപ്പർ രൂപം കൊള്ളുന്നു, അത് വളരെ രഹസ്യ സ്വഭാവത്തിൽ പ്രിൻ്റ് ചെയ്യുന്നു, അതിനുശേഷം ട്രഷറിയിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് ഒരു ബുദ്ധിമുട്ട് വേറെ ആർക്കും ആ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന് പോകാതിരിക്കാൻ ഉള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. ആ ചോദ്യപേപ്പറാണ് കുട്ടികൾ ആൻസർ ചെയ്യുന്നത്. അത് മാത്രമല്ല, വാല്യുവേഷൻ കേന്ദ്രങ്ങളിലും വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചർമാർക്കുപരി ആ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി 2-3 ലെയറിൽ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇപ്പോൾ എഴുതിയ മാർക്കിന് തന്നെയാണ് കുട്ടികൾക്ക് മാർക്ക് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയൊരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, സബ്ജക്റ്റ് അത് വരുമ്പോൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലവാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിയും, എല്ലാവരും സമ്മതിച്ചാൽ. എന്താ അതെ, അങ്ങനെയൊന്നുമില്ല. അത് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം പലതും പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലൊക്കെ വരുന്നുണ്ട്. ആ ശബ്ദ സന്ദേശം തന്നെ ശരിയാണ്, ദൂരം പരിശോധിച്ചിട്ടില്ലല്ലോ. അല്ല, അത് ചെയ്യാം, അത് പരിശോധിക്കാം. അല്ലേ, മെല്ലെ മെല്ലെ നമുക്ക് പിന്നെ കാര്യം കുറച്ചുകൂടെ മൂല്യനിർണ്ണയത്തിൽ ശ്രദ്ധ പതിപ്പിക്കണമല്ലോ. അതിനുവേണ്ടിയാണല്ലോ ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റ് മിനിമം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ല മെച്ചപ്പെടൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി കഴിയും. ഞാൻ വായിച്ചില്ല കണക്കല്ല. ഇപ്പം ഈ 20 മാർക്ക് എന്തായാലും ടീച്ചറിന് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 8-10 മാർക്കിൻ്റെ ഉത്തരം എഴുതിയാൽ ജയിക്കുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കണം. ഹയർ സെക്കൻഡറിയിൽ ആ സാഹചര്യം അല്ല ഉള്ളത്, സബ്ജക്റ്റ് മിനിമം ഉണ്ട്. അപ്പോൾ അതൊരു പുതുതായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന അവസരത്തിൽ എല്ലാ വിഭാഗം ആൾക്കാരോടും ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ആലോചിച്ചിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ, അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റ ചട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു പ്രഖ്യാപനവും ഞാൻ നടത്തുന്നില്ല.